ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കയറുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. 30 ചോദ്യങ്ങൾ. വായനാദിനക്ക് LP തലം. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 ആരുടെ ചരമദിനമാണ്? ഉത്തരം PN പണിക്കർ. വായിച്ചാലും വളരും, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. 4-ാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആര്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ പത്രമായി കണക്കാക്കപ്പെടുന്ന രാജസമാചാരം ആരംഭിച്ച വിദേശ മിഷണറി ആരാണ്? ഡോക്ടർ ഹെർബർട്ട് ഗുഡ്ഹർട്ട്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി എഴുത്തുകാരൻ ആര്? G. ശങ്കരക്കുറുപ്പ്. ലോക പ്രശസ്തമായ ഹാരി പോട്ടർ മാന്ത്രിക നോവൽ പരമ്പര എഴുതിയ എഴുത്തുകാരി ആര്? ഉത്തരം JK റൗളിംഗ്. OV വിജയൻ്റെ പ്രശസ്തമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ ഒരു വിഡ്ഢി യുവാവ് ആര്? ഉത്തരം അപ്പുക്കിളി. അടുത്ത ചോദ്യം ലോക പുസ്തക ദിനവും പകർപ്പവകാശ ദിനവുമായി യുനെസ്കോ നിശ്ചയിച്ചിട്ടുള്ള ദിവസം ഏതാണ്? ഉത്തരം ഏപ്രിൽ 23. അറേബ്യൻ മരുഭൂമിയിൽ അകപ്പെട്ടുപോയ ഒരു മലയാളിയുടെ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ്? ബെന്യാമിൻ. അടുത്ത ചോദ്യം മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി ഭീമൻ്റെ കാഴ്ചപ്പാടിലൂടെ MT വാസുദേവൻ നായർ രചിച്ച മാസ്റ്റർ പീസ് നോവൽ ഏതാണ്? ഉത്തരം രണ്ടാം ഊഴം. അടുത്ത ചോദ്യം അമ്മ എന്ന ലോകപ്രശസ്തമായ വിപ്ലവ നോവൽ രചിച്ച റഷ്യൻ എഴുത്തുകാരൻ ആര്? ഉത്തരം മാക്സിം ഗോർക്കി. ഇന്ത്യയിലെ പ്രശസ്തമായ നാടോടി കഥകളും പുരാണങ്ങളും കുട്ടികൾ ചിത്രങ്ങളിലൂടെ പരിചയപ്പെടുന്ന അവർ ചിത്രകഥയ്ക്ക് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം അനന്ത് പൈ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ ഭരണത്തിന് കീഴിൽ ഒളിവിൽ കഴിയുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയ ലോകപ്രശസ്തമായ ഡയറി ഏതാണ്? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി. അടുത്ത ചോദ്യം 16-ാമത്തേത് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം പാറമക്കോൽ തോമത്തനാർ. കേരളത്തിലെ പഴയ നാടോടി കഥകളുടെ ഐതിഹ്യങ്ങളുടെയും വലിയൊരു ശേഖരമായ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അടുത്ത ചോദ്യം 18-ാമത്തെ. ഇതിൽ പലതും കാണും, പക്ഷെ അതൊന്നും നോക്കണ്ട. ചോദ്യം കുട്ടികൾക്ക് ഗുണപാഠങ്ങൾ നൽകുന്നതിനായി മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കി പഞ്ചതന്ത്ര കഥകൾ രചിച്ച ഇന്ത്യൻ പണ്ഡിതൻ ആര്? വിഷ്ണു ശർമ്മ. കോഴിക്കോട്ടെ മിഠായി തെരുവിലും അവിടുത്തെ മനുഷ്യരുടെയും പശ്ചാത്തലത്തിൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം SK പൊറ്റക്കാട്. 20-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ ഭാരതം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് പ്രശസ്തമായ നോവലിൽ നിന്നുള്ളതാണ്? ഋണബന്ധം. കുട്ടികളുടെ സാഹസിക നോവലായ ടോം സോയറുടെ സാഹസങ്ങൾ എഴുതിയ അമേരിക്കൻ എഴുത്തുകാരൻ ആര്? മാർക്ക് ട്വെയിൻ. മലയാളത്തിലെ ആധുനിക കവിത്രികൾ ഏത് വിളിക്കുന്നത് അരളമാണ്? ഉത്തരം ഉള്ളൂർ ആശാൻ. ലക്ഷത്തിലധികം ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? മഹാഭാരതം. LPN പണിക്കർ ജനങ്ങളിലേക്ക് എത്തിച്ച ഗ്രന്ഥശാല പ്രസാരത്തിൻ്റെ മുഖ്യ സന്ദേശം എന്താണ്? ഉത്തരം വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അടുത്ത ചോദ്യം 25-ാമത്തേത് ചോദ്യം കുട്ടികൾക്കായി തളിരം
തളിര് എന്ന പ്രശസ്തമായ മാസിക പ്രസിദ്ധീകരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനം ഏത്? ഉത്തരം കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഒരു സമഗ്രമായ നിഘണ്ടു നിർമ്മിച്ച വിദേശി ആരാണ്? ഉത്തരം ഡോക്ടർ ഹെർബർട്ട് ഗുഡർട്ട്. ശകുന്തളയുടെ കഥ എന്ന് പറയുന്ന പ്രശസ്തമായ അഭിജ്ഞ ശകുന്തളം എന്ന പുരാതന നാടകം രചിച്ച മഹാകവി കാളിദാസൻ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ നോവൽ എന്താണ്? ഉത്തരം ചെമ്മീൻ. അടുത്തത് 29ാമത്തെ പിന്നെ 30ാമത്തെ ചോദ്യം കഴിയുക. നിങ്ങളുടെ കഴിയും ചോദ്യം. ഒരു കൊച്ചു പ്രിൻസ് എന്ന ലോക പ്രശസ്തമായ ഫ്രഞ്ച് ബാലസാഹിത്യ കൃതി എഴുതിയത് ആര്? ഉത്തരം അന്ത്യോൺ ഡി സെന്റ് എക്സ്യൂപെറി. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും അടങ്ങിയിരിക്കുന്ന പ്രശസ്തമായ വാചകം ഏത്? ദ ക്യൂക്ക് ബ്രൗൺ ഓഫ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.